പത്തനംതിട്ടയിൽ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും വെള്ളക്കെട്ട് പലയിടത്തും തുടരുന്നു. റാന്നി, ആറന്മുള മേഖലകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായുള്ളത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ കൂടുതൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കൊല്ലത്തുനിന്ന് മത്സ്യബന്ധന ബോട്ടുകൾ പത്തനംതിട്ടയിൽ എത്തിച്ചിട്ടുണ്ട്. വിവരങ്ങൾ ഗോകുൽ രമേശ് നൽകും. ഗോകുൽ, ഒരുപക്ഷെ ഈ മഴക്കാലം, കലിമഴക്കാലം ഏറ്റവും അധികം പ്രതികൂലമായി ബാധിച്ചത് പത്തനംതിട്ട ജില്ലയെയാണ്. വിവാദങ്ങൾ ഉണ്ടാകുന്നതും അവിടെ നിന്നാണ്. ആറന്മുള, റാന്നിയൊക്കെ വെള്ളക്കെട്ടിനടിയിലാകുന്നു. വല്ലാത്ത പ്രതിസന്ധിയിലാണ് അവിടുത്തെ ആൾക്കാർ. ഇന്നൊരു ദിവസം, ഈ നിമിഷം വരെ ആറന്മുളയിലും റാന്നിയിലും പത്തനംതിട്ടയിലും സംഭവിച്ചത് എന്താണ്? കൃഷ്ണരാജ്, പത്തനംതിട്ട ജില്ലയിൽ മഴയൊന്നും മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആറന്മുള, റാന്നി മേഖലകളൊക്കെ ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ്. രക്ഷാപ്രവർത്തനം 2 ദിവസങ്ങൾക്ക് മുന്നേ ആരംഭിച്ച രക്ഷാപ്രവർത്തനം അതങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്തായാലും രക്ഷാപ്രവർത്തനത്തിൽ വളരെ സജീവമായിട്ട് NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ ടീമംഗങ്ങളുണ്ട്. അവരോടൊപ്പം തന്നെ എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ സേവാഭാരതിയുടെ പ്രവർത്തകരുമുണ്ട്. വളരെ മാതൃകാപരമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ അവരുടെ ഭാഗത്ത് നിന്ന് നടന്നു വരുന്നുണ്ട്. അതിനോടൊപ്പം ഇപ്പോൾ സേവാഭാരതിയുടെ കുറച്ച് പ്രവർത്തകർ കൂടി ഉണ്ട്. അവരോട് ചോദിക്കാം എങ്ങനെയാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ. ചേട്ടാ, നമ്മുടെ ഈ മേഖലയിൽ സേവാഭാരതിയുടെ എന്തെല്ലാം രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എത്തിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം വെള്ളം കയറിയപ്പോൾ തൊട്ട് സേവാഭാരതിയുടെ പ്രവർത്തകർ എല്ലാ വീടുകളിലും അന്വേഷിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ചില ആൾക്കാർ ഫസ്റ്റ് ഫ്ലോറുള്ള ആൾക്കാരൊക്കെ അവിടെ തന്നെ സ്റ്റേ ചെയ്യുകയാണെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് ഫുഡോ മറ്റു കാര്യങ്ങളോ മെഡിസിനോ ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ബാക്കി പിന്നെ സ്കൂളിൽ ഒരു ക്യാമ്പുണ്ട്. സ്കൂളിൽ ക്യാമ്പ് അനുസരിച്ചിട്ട് നമ്മൾ മെഡിസിനൊക്കെ അവിടെ ഇന്ന് എത്തിക്കുകയൊക്കെ ചെയ്തു. മറ്റ് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും ബാക്കി ക്യാമ്പ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ. പിന്നെ ആരെങ്കിലും പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന ഏരിയകളിൽ നമ്മളെല്ലാവരെയും കോൺടാക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സേവാഭാരതിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ അങ്ങോട്ട് കാണിക്കാമെന്ന് തോന്നുന്നു. അതായത് വെള്ളം കയറി കിടക്കുന്ന ആ ഒരു ദൃശ്യമാണ്. ഒപ്പം ഈ വെള്ളം ഇങ്ങനെ തന്നെ 2-3 ദിവസമായിട്ട് തുടരുകയാണ്. അതായത് 1 ഇഞ്ച് പോലും ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് ആറന്മുളയെ സംബന്ധിച്ച് ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം. പമ്പാ നദിയിൽ ജലനിരപ്പ് അങ്ങനെ കൂടി നിൽക്കുന്നതാണ് ഈ രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കാൻ കാരണം. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കൊല്ലത്ത് നിന്ന് എത്തിച്ചിട്ടുള്ള മത്സ്യബന്ധന ബോട്ടുകളാണ്, 16ഓളം ബോട്ടുകളാണ് ആറന്മുള ഭാഗത്തേക്ക് മാത്രമായിട്ട് എത്തിച്ചിരിക്കുന്നത് എന്നുള്ള കണക്കുകളാണ് നമുക്ക് ലഭിക്കുന്നത്. മത്സ്യബന്ധന തൊഴിലാളികൾ ഉൾപ്പെടെ കൊല്ലത്ത് നിന്ന് വന്നിരിക്കുകയാണ് ആറന്മുളയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി. ഇതിനോടകം 5-6 ബോട്ടുകൾ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് മാത്രമായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട്. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ബോട്ടുകൾ ലോറിയിൽ നിന്നും വെള്ളത്തിലേക്ക് ഇറക്കിയത്. അതിനുശേഷം അവർ പോയിട്ട് തിരികെ വരുന്ന ഒരു ബോട്ടാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ആളുകളുമായിട്ട് തിരിച്ചെത്തുന്ന ഒരു ബോട്ടിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് പോയിട്ടുള്ള മലയാളപ്പുഴ ദേവി എന്ന് പറയുന്ന പേരിലുള്ള ആ മത്സ്യബന്ധന ബോട്ടാണ്. അത് തിരിച്ച് വന്നിരിക്കുകയാണ്. കുറച്ച് ആളുകളുമായിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. എന്തായാലും വളരെ ആശ്വാസകരമാണ് ഈ മത്സ്യബന്ധന തൊഴിലാളികളുടെ വരവ് എന്നുള്ളത്. പ്രത്യേകിച്ച് ഡിങ്കി ബോട്ടുകളായിരുന്നു ഇത്രയും നേരം രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഒരേ സമയം ഒരു 5-6 പേർക്ക് മാത്രമേ ആ ബോട്ടിൽ കയറി കരയ്ക്കെത്താനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. എന്തായാലും ഇവരുടെ മത്സ്യബന്ധന ബോട്ടുകൾ, വലിയ ബോട്ടുകൾ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ചേട്ടാ, അങ്ങോട്ടൊക്കെ ഒത്തിരി ആൾക്കാർ കുടുങ്ങി കിടപ്പുണ്ട്. എങ്ങനെയാണ് അവരെ കയറ്റിക്കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ടോ? അവർ വരുന്നില്ല, ആരും വരുന്നില്ല. അങ്ങനെ ഒരു വലിയ പ്രശ്നമാണ്. എന്തായാലും ഇന്നലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമാണ്. അതായത് അങ്ങോട്ടേക്കുള്ള ആളുകൾ വരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 2ാം നിലയിലൊക്കെ താമസിക്കുന്ന ആളുകൾ അവർ തങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾ പൊക്കോളൂ, ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞ് ഈ സന്നദ്ധ പ്രവർത്തകരെ മടക്കി വിടുന്നൊരു കാഴ്ചയുണ്ട്. പക്ഷെ അത് വലിയ അപകടം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെ തങ്ങുന്ന ആൾക്കാർക്ക് പിന്നീട് അവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ തീർന്നു പോകും. അതിനുശേഷം കറണ്ട് ഇല്ലാതെയാകും. അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നീട് ഇവർ രാത്രി സമയങ്ങളിൽ ഇതേ ആൾക്കാരെ, ഫയർഫോഴ്സിനെയൊക്കെ ഓഫീസിലേക്ക് വിളിച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്ന ഒരു പതിവ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. എന്തായാലും ജനപ്രതിനിധികളുടെയൊക്കെ അടക്കം നേതൃത്വത്തിൽ അങ്ങനെയുള്ള ആളുകളെ ബോധവത്കരിച്ചുകൊണ്ട് അവരിലേക്ക് കൃത്യമായിട്ട് ആശയവിനിമയം നടത്തി അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ മത്സ്യബന്ധന തൊഴിലാളികളടക്കം പറയുന്നത് ഇവർ വിളിച്ചിട്ട് പോലും പലരും വരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഏറെ ദൗർഭാഗ്യകരമാണ്. ഇപ്പോഴും വീടുകളിലൊക്കെ തന്നെ തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അങ്ങനെയൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് പെരുമാറ്റം ഉണ്ടാകുന്നത്
എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരം. എന്തായാലും സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ സ്വമനസാലെ തൽക്കാലത്തേക്കൊന്ന് സ്വന്തം വീട് മാറി നിൽക്കണം, അല്ലെങ്കിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യം എന്തായാലും ജനപ്രതിനിധികളടക്കം ഈ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. കൂടുതൽ ബോട്ടുകൾ ഇങ്ങോട്ടേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് അവിടെ കൂടുതൽ ആളുകൾ ഇപ്പോൾ 2 ബോട്ടിലായിട്ടാണ് വന്നത്. ഈ പലരും ഇനിയും 10-20 പേര് അവിടെ നിൽപ്പുണ്ട്. അവർ വരാൻ തയ്യാറാവുന്നില്ല. കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാക്കി. അവർ പറയുന്നത് അവർക്ക് ആഹാരം വേണം, വെള്ളം വേണം. നമുക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ. നമുക്കിനി അവിടെ പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ആളുകൾ ഇപ്പോഴും വളരെ സിമ്പിളായിട്ട് കാണും. ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നു. ഇനി ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഇനിയുണ്ട് 10-30 പേരോളം നിൽപ്പുണ്ട്. ഓ ശരി. എന്തായാലും 10-30 പേരോളം ഇനിയും ഓരോ ഏരിയയിലും അങ്ങനെ തുടരുകയാണ്. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇവർ തന്നെ പറയുന്നത്. അവർക്ക് ഭക്ഷണവും വെള്ളവും മാത്രം മതി, അവർ വീട് വിട്ട് വരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതൊരു വലിയ ഒരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. എന്തായാലും ആളുകൾ അത് മനസ്സിലാക്കി അവർ തിരികെ വരാനായിട്ട് തയ്യാറാകണമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനായിട്ട് സാധിക്കുന്നത്. ചേട്ടാ, ഒരുപാട് ആൾക്കാരുണ്ടോ ഇനി എങ്ങനെ? കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നത്. അവർ വരുന്നില്ല. നമ്മൾ കഴിവതും പറഞ്ഞു നോക്കി, അവർ വരാൻ തയ്യാറാകുന്നില്ല. അവർ വീട് വിട്ട് വരത്തില്ല എന്നാണ് പറയുന്നത്. നമ്മൾ വള്ളം കൊണ്ടുവന്ന് കഷ്ടപ്പെട്ടപ്പോൾ കൊണ്ടുവന്ന് പോയി എല്ലാ ഭാഗത്തേക്കും വള്ളം എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ടോ? പോകുന്നുണ്ട്. കഴിവതും പോകുന്നുണ്ട്. നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. വള്ളങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ കൊല്ലത്ത്. വള്ളം ഒരുപാട് വന്നിട്ടുണ്ട്. എവിടുന്ന് വരുന്നത്? കൊല്ലത്ത് എവിടുന്ന്? ഞങ്ങൾ അഴീക്കുന്ന 3 വള്ളം വന്നിട്ടുണ്ടല്ലേ? ഓക്കെ. എന്തായാലും ചേട്ടാ, ഈ പ്രദേശത്തുള്ള ആളാണോ? അതെ. ഇത് നല്ല വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ അരപ്പക്കം വെള്ളമായി രാവിലെ എല്ലാവരും വെളുപ്പിനെ 3 മണി തൊട്ട് വീണ്ടും വെള്ളം കയറി തുടങ്ങി. ഇന്നലെ വൈകുന്നേരം തൊട്ട് കയറി വെള്ളം ഇറങ്ങിയതാണ്. പക്ഷേ വീണ്ടും രാത്രിയിലത്തെ മഴയോ മറ്റ് കാരണം ഇന്ന് രാവിലെ മുതൽ വീണ്ടും വെളുപ്പിന് മുതൽ വീണ്ടും വെള്ളം കയറി തുടങ്ങി. കഴിഞ്ഞ ദിവസം വെള്ളം കയറി അത്രയും തന്നെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും തുടർന്നു കഴിഞ്ഞാൽ ആറന്മുളയിൽ ഇപ്പോൾ നിലവിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളെല്ലാം വെള്ളം കയറി കഴിഞ്ഞു. ഇനിയും കൂടുതലുണ്ടായിക്കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ അത്യാഹിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ വീടുകളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ടാകും. തീർച്ചയായിട്ടും. എന്തായാലും ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ വലിയ ദുരിതത്തിൽ തന്നെയാണ്. പരമാവധി ആൾക്കാർ ക്യാമ്പുകളിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മൂഴിയാർ ഡാമിൻ്റെ ഒരു ഷട്ടർ തുറന്നിരിക്കുകയാണ് 15 സെൻറ്റിമീറ്റർ. അതുകൊണ്ട് തന്നെ പമ്പാ നദിയിലും കക്കാട്ടാറിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. അത് കണക്കാക്കിക്കൊണ്ട് ആളുകളെ മാറ്റുന്ന അടക്കമുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടായിരുന്നു. പരമാവധി ആളുകൾ ഇപ്പോൾ തന്നെ ക്യാമ്പിലേക്ക് മാറി. 1000-ലധികം ആളുകൾ ക്യാമ്പുകളിൽ താമസിക്കുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ക്യാമ്പുകളിലേക്ക് മാറിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ വീട് വിട്ട് വരാൻ തയ്യാറാകാത്ത ആളുകളുണ്ട് എന്നുള്ളത് മാത്രമാണ് പത്തനംതിട്ട ജില്ലയിൽ ആശങ്ക ജനിപ്പിക്കുന്നത്. മഴ എന്തായാലും പൂർണ്ണമായിട്ടൊന്നും മാറി നിൽക്കുന്ന സാഹചര്യം ഈ ഘട്ടത്തിലുണ്ട്. ഗോകുൽ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ഒരുപക്ഷെ ആറന്മുളയിലും റാന്നിയിലുമാണ് പൊളിറ്റിക്കലായ വിവാദങ്ങൾ കൂടുതൽ സംഭവിച്ചത്. മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ച്, ചെയ്ത ജോലികളെ സംബന്ധിച്ച് അതിൽ രാഷ്ട്രീയമായ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെവിടെ എത്തി നിൽക്കുന്നു? അങ്ങനെ തന്നെയാണ്. അതായത് ഈ രാഷ്ട്രീയമായിട്ട് തർക്കങ്ങളും പ്രതിതർക്കങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സാഹചര്യത്തെ മുതലെടുക്കാൻ വേണ്ടി CPM പോലെയുള്ള ചില രാഷ്ട്രീയ കക്ഷികളും രംഗത്തിറങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരം തന്നെയാണ്. കാരണം ഇപ്പോൾ അതിനൊന്നുള്ള ഒരു സാഹചര്യം അല്ല എന്നുള്ള കാര്യം ഇവർക്കൊക്കെ അറിയാമെങ്കിൽ പോലും കിട്ടിയ ഒരു അവസരത്തെ ഏതൊക്കെ രീതിയിൽ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ CPM നേതാക്കൾ എത്തിക്കൊണ്ട് അവിടെയുള്ള അന്തേവാസികളെ കൊണ്ട് തങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല എന്നൊക്കെ മനഃപൂർവ്വമായിട്ട് പറയിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അതൊക്കെ വളരെ ദൗർഭാഗ്യകരമാണ്. ഈ ഘട്ടത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ എല്ലാവരുടെയും രക്ഷ എന്നുള്ളത് മാത്രമാണ് അടിസ്ഥാനം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്നുള്ളതാണ്. എന്തായാലും BJPയുടെ ചാത്തന്നൂർ MLA അല്പസമയം മുമ്പ് പത്തനംതിട്ടയിലെത്തി സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യമായിട്ട് വ്യക്തമാണ്. ഈ ഘട്ടത്തിൽ രാഷ്ട്രീയം പറയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഈ ഘട്ടത്തിൽ വേണ്ടത് ആളുകളുടെ സുരക്ഷയാണ്. അത് മുൻനിർത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് BJP പ്രവർത്തകരും സേവാഭാരതി പ്രവർത്തകരും ഒക്കെ സദാ കർമ്മനിരതരായിട്ട് ഈ രംഗത്തുള്ളത്. എന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് ആ രീതിയിൽ ആളുകളെ രക്ഷിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളും വെള്ളവും മരുന്നും ഒക്കെ എത്തിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെയാണ് ദൗർഭാഗ്യവശാൽ മറുഭാഗത്ത് ഈ രീതിയിലുള്ള ചില വിവാദങ്ങളും ഒക്കെ ഇങ്ങനെ ഉടലെടുത്തിരുന്നത്. ഒപ്പം രാഷ്ട്രീയ നേതാക്കൾ, അത് CPMൻ്റെ ജില്ലാ പ്രസിഡന്റ് രാജു എബ്രഹാമും ഒക്കെ ഉള്ള ആരോപണങ്ങൾ മന്ത്രിമാർക്കെതിരെ ഉന്നയിക്കുന്നു. അവരതിന് തിരിച്ച് മറുപടി പറയുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഒരു ദിവസങ്ങൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് രക്ഷാപ്രവർത്തനത്തിന് മുൻതൂക്കം നൽകേണ്ട ഒരു ഘട്ടമായി മാത്രമേ ഇതിനെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ജനങ്ങൾ പൂർണ്ണമായിട്ടും രക്ഷാപ്രവർത്തനങ്ങളോട് സഹകരിക്കുന്നുണ്ട്. പക്ഷേ ഈ വീടുകളിൽ നിന്ന് ആളുകൾ മാറാത്തത് മാത്രമാണ് ഒരു ആശങ്കയായിട്ട് നിൽക്കുന്ന ഒരു ഘടകം, ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ഘടകമെന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനങ്ങളും ബാക്കി നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണരാജ്. യെസ്, പത്തനംതിട്ടയാണ് ഈ പ്രളയസമാന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. വെള്ളം കയറി പല വീടുകളും താഴ്ന്ന പ്രദേശങ്ങളും ഒക്കെ വെള്ളത്തിലാണ്.
വല്ലാത്ത അവസ്ഥയിലാണ് പത്തനംതിട്ട ആറന്മുളയിലും റാന്നിയിലുമുള്ളവർ പ്രത്യേകിച്ച്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.